പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്ലാമിക പ്രചാരകരാണ് സിംസാറിൽ ഹക്ക് ഹുദവി. അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ പ്രസംഗിക്കുന്ന ഒരാളാണ്. അതിൽ കളവുകൾ വന്നു ചേരാം, കൂട്ടിച്ചേർക്കലുകൾ വന്നു ചേരാം, വിടുതലുകൾ വന്നു ചേരാം. അതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഞാൻ അറിഞ്ഞ മട്ടിൽ അദ്ദേഹം അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രീച്ചിങ്ങിന് വേണ്ടി വരുമ്പോൾ കാശ് വാങ്ങിക്കാറില്ല എന്നാണ്. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്താൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചു പോകും. നല്ല ഇൻപമുള്ള മധുരതരമായ ശബ്ദത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ടാൽ ഉറക്കം വരാത്ത എനിക്ക് പോലും നല്ല ഉറക്കം വരാറുണ്ട്. അത്രയ്ക്കും സംഗീതാത്മകമാണ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്. അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു 15 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ നബി മരിച്ചിട്ട് 3 ദിവസം മയ്യത്ത് അടക്കിയില്ല എന്ന്, അതെന്തുകൊണ്ടാണെന്നും യാഥാർത്ഥ്യമായി വിശദീകരിച്ചുകൊണ്ട്, വളച്ചൊടിക്കലുകൾ ഇല്ലാതെ തന്നെ വിശദീകരിച്ചുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് സിംസാർ മൗലവി എന്തു പറയുന്നു എന്ന് കേട്ടിട്ട് തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ സിംസാറിലേക്ക് ഒരു ചെറിയ ലഘു യാത്ര. ഓക്കെ. ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനബിയുടെ സ്വഹാബിമാർ അവിടെ നിന്ന് വഫാത്തായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല? എന്താ കാരണം എന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഉമ്മത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോൾ ആരായിരിക്കണം ഹബീബിന്റെ പിൻഗാമി, ആരാവണം ഹബീബിന്റെ പ്രതിനിധി, ആരാവണം ഖലീഫ എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി സാഇദ എന്ന പന്തലിന്റെ ഉള്ളിൽ. ഈ 3 ദിവസത്തെ മയ്യത്തടക്കാനുള്ള താമസത്തിന് പല കാരണങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ പറയും. ഈ അടുത്ത കാലത്തായി ഞാൻ കേട്ട ഒരു യൂട്യൂബിൽ ഒരു വടക്കൻ പണ്ഡിതൻ പറഞ്ഞത്, നബി മരിച്ചിട്ട് കുറേ ആളുകൾ വരും, മയ്യത്ത് കണ്ട് മടങ്ങി. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വന്ന് ഇതിനെ അടക്കാനുള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടില്ല എന്നാണ് ആ വിദ്വാൻ തട്ടിവിട്ടത്. അതല്ല യാഥാർത്ഥ്യം. സീറകളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ സിംസാറുൽ ഹക്ക് പറയുന്നതാണെന്ന് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ട് വേണ്ടിവരില്ല. അധികാര തർക്കമായിരുന്നു 3 ദിവസവും ഈ മയ്യത്തിനെ ആരും ഗൗനിക്കാതെ ഒരു മൂലക്കിട്ടം. ആയിഷയുടെ മുറിയിൽ മരിച്ച കട്ടിലിൽ തന്നെ 3 ദിവസം അനാഥമായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ്റെ പ്രവാചകന്റെ മയ്യത്ത് അങ്ങനെ അങ്ങ് കിടന്നു. സ്ത്രീകളൊക്കെ ബഹളമുണ്ടാക്കി. സഹാബാക്കളെ വന്ന് ഇതൊന്ന് തിരിഞ്ഞു നോക്കുക. 3 ദിവസം ആയിക്കഴിഞ്ഞാൽ ഒരു ശവശരീരത്തിന് എന്തു സംഭവിക്കും? ദുർഗന്ധം വരും, അഴുകി തുടങ്ങിയിരിക്കും. സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. നബി ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഇദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു, മൂത്രം ഒഴിച്ചിരുന്നു, 2 പോയിരുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, അവസാനമായി മരിച്ചത് വയറുവേദന വന്നാണ്. എങ്ങനെയാ മരിച്ചത്? ഒരു ജൂത സ്ത്രീ ആട്ടിൻകാലിൽ വിഷം പുരട്ടി വേവിച്ചു കൊടുത്തു. അത് കഴിച്ച കൂടെയുള്ള ഒരാൾ മരിച്ചുപോയി, നബി മരിച്ചില്ല. ആ സ്ത്രീയെ പിന്നീട് കൊന്നു. പക്ഷേ പിന്നീടത് ഫുഡ് പോയിസനായിട്ട് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കുഴപ്പം സംഭവിച്ചാണ് മരണം സംഭവിച്ചതെങ്കിൽ മരിച്ചിട്ട് 3 ദിവസം അടക്കാൻ പറ്റിയില്ല. അതായത് നബിയോടൊപ്പം ജീവിച്ച സഹാബാക്കളൊക്കെ അങ്ങേയറ്റം ശ്രേഷ്ഠരാണ്.
അതിലൊരു 10 പേര് നേരിട്ട് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവരാണ്. ആ ലിസ്റ്റ് നബി തന്നെ പ്രഖ്യാപിച്ചതാണ്. നമ്മൾ RAC ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് പോലെ 10 പേരെ ആദ്യം തന്നെ അകത്ത് കയറ്റാനുള്ള ലിസ്റ്റ് അള്ളാഹു നബിയോട് പറഞ്ഞു, നബി പ്രസിദ്ധപ്പെടുത്തിയതാണ്. എന്നാൽ ഈ 10 പേരിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ആരാകണം ഖലീഫ എന്ന തർക്കത്തിൽ 3 ദിവസം മയ്യത്തിനെ തിരിഞ്ഞു നോക്കാതെ തർക്കത്തിൽ ഏർപ്പെട്ടു. സ്ത്രീകളൊക്കെ ബഹളം വെച്ചിട്ടാണ് പിന്നീട് ഒരു ഒത്തുതീർപ്പിലെത്തി. നമ്മളിപ്പം മൃതശരീരം സൂക്ഷിക്കണമെങ്കിൽ ഫോർമാലിൻ ഉപയോഗിക്കണം, അങ്ങനെയാണല്ലോ. ഏത് മൃതശരീരവും ഫോർമാലിൻ ഡിഹൈഡിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് അഴുകാതിരിക്കും. പക്ഷെ അത് കണ്ടെത്തിയത് 1859-ലാണ്. നബി മരിച്ചത് 632-ലാണ്. ഇന്നുള്ള യാതൊരു ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ആ മയ്യത്തിന് സംഭവിച്ച കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹദീസ് റിപ്പോർട്ട്, അതായത് ഈ മയ്യത്തിനെ കുളിപ്പിക്കണം. നബി ധരിച്ചിരുന്ന ഷർട്ട് ഊരി മാറ്റാനൊക്കാത്ത രീതിയിൽ അത് അദ്ദേഹത്തിൻ്റെ ശരീരവുമായി ഇടിക്കിച്ചു. അപ്പോൾ ഷർട്ട് ഊരി നബിയെ കുളിപ്പിക്കണമോ ഊരാതെ കുളിപ്പിക്കണം, അത് തർക്കമായി. ആയിഷ പറഞ്ഞു, ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞു. ഈ ജിബ്രീൽ അങ്ങനെയാണ്. ഇത്തരം കാലഘട്ടങ്ങളിലൊക്കെ, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ആശാൻ തത്രപ്പാടോടുകൂടി ഇറങ്ങി വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തില്ല, മടങ്ങി. ആശാനെ ഇപ്പം കാണാനേ ഇല്ല. ആശാൻ എന്തെങ്കിലും സന്ദേശം ഈ നെതന്യാഹുവിന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ 40,000 എന്നുള്ള സംഖ്യ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ആശാൻ ഇപ്പം വരത്തേ ഇല്ല. ആശാൻ ഇപ്പം വരാനുള്ള യാതൊരു പരിപാടിയും അതങ്ങ് നിർത്തി, ഷട്ട് ഡൗൺ. അപ്പം ആശാൻ പറഞ്ഞത്, ആയിഷ പറഞ്ഞതാണ്, ഷർട്ട് ഊരാതെ കുളിപ്പിക്കുക. ഷർട്ട് ഊരാൻ പറ്റില്ല. അപ്പം എത്രത്തോളം ആ മൃതശരീരത്തിന് കുഴപ്പം സംഭവിച്ചു എന്ന് നോക്കുക. സിംസാർ പറഞ്ഞത് കേട്ടല്ലോ. ആരാകണം ഖലീഫ എന്ന തർക്കത്തിന് വേണ്ടിയിട്ടാണ് 3 ദിവസം പുന്നാര നബിയുടെ സുന്ദരമായ ശരീരം മയ്യത്ത് അടക്കാതെ അഴുകാൻ അനുവദിച്ചത്. ഇനി നമുക്ക് സിംസാർ പറയുന്ന മറ്റൊരു കാര്യവും കൂടെ കേട്ടിട്ട് ബാക്കി പറയാം. ഓക്കെ. റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം, എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം? എന്തിനത് ചെയ്തു സ്വഹാബിമാർ? എന്തിനത് ചെയ്തു? സ്വഹാബിമാർക്കറിയാം, പുണ്യനബി തങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം, അത് ഡിലേ ചെയ്യരുത്. ഇവിടെ ഉസ്താദ് പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ അടക്കണമെന്ന് നബി മൊഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് താമസമില്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, നിസ്കാരം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചില്ലെങ്കിൽ ഭൂമി കുലുങ്ങും, അഗ്നിപർവ്വതമുണ്ടാകും. അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് മനുഷ്യൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത് അപ്പോഴപ്പോഴും താമസം വിന ചെയ്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. എങ്ങനെ? ഈ കുനിഞ്ഞ് നിമിർന്ന് സർക്കസ് കാണിച്ച് ഇതൊക്കെ കണ്ടിട്ട് ഒരു ദൈവം സ്വർഗമൊക്കെ ഒരുക്കി ഇവനൊക്കെ പരവതാനി വിരിച്ച് പെണ്ണുങ്ങളെയും വെച്ച് കാത്തിരിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന് എനിക്ക് ചന്തയിലെ ചൂരൽ ഓർമ്മ. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഈ നിസ്കാരം എന്ന് വെച്ചാൽ നിൽക്കുക, കൈകെട്ടുക, അള്ളാഹു നീയാണ് വലിയവരെന്ന് പറയുക, ആവർത്തിച്ച് പറയുക, എന്നിട്ട് കുനിയുക, നിവരുക, നെറ്റി തറയെ കൊണ്ട് തടയുക, എന്നിട്ട് ഒരസ്. ഒരു സർക്കസ് അഭ്യാസമാണ്. ഇതിന് താമസം വരാൻ പാടില്ല. നിനക്ക് എന്തോ പ്രശ്നമുണ്ടെങ്കിലും നീ നിസ്കരിച്ചില്ലെങ്കിൽ
ഇതൊക്കെ എന്തു തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ രണ്ടറ്റം മുട്ടിച്ച് സുഖ സൗകര്യമായി ജീവിക്കാൻ വേണ്ടി പെടാപാടുപെടുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവൻ, പോലീസിൽ വർക്ക് ചെയ്യുന്നവൻ, ഫാക്ടറിയിൽ മെഷീൻ ഓടിക്കുന്നവൻ, പൈലറ്റ്, വണ്ടി ട്രെയിൻ ഓടിക്കുന്നവൻ, ബസ് ഓടിക്കുന്നവൻ, ഇതൊക്കെ സമയാസമയം നിസ്കരിക്കണമെന്ന് നിർബന്ധിച്ചാൽ എവിടെ നടക്കും? എന്തു നടക്കും? പോട്ടെ, രണ്ടാമത്തെ നബിയുടെ നിർദ്ദേശം മരിച്ചാൽ ഉടനെ എത്രയും പെട്ടെന്ന് മയ്യത്തിനെ അടക്കണം. ഇത് നബിയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല എന്ന ഒരു ദുർഗതി നിങ്ങൾ നോക്കണം. നബി മറ്റുള്ളവർ മരിച്ചാൽ ഉടനെ അടക്കണമെന്ന് നിർദ്ദേശിച്ചു എങ്കിൽ അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തെ 3 ദിവസത്തേക്ക് ഈ വിദ്വാൻമാർ അടക്കിയില്ല എന്നുള്ള കാര്യം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന വിഷയം, ഈ അധികാരക്കൊതി മൂത്ത ഈ ശ്രേഷ്ഠ മഹാത്മാക്കൾ അവരവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലാത്ത കാര്യങ്ങൾ അറ്റത്തു വയ്ക്കും, സൗകര്യമുള്ളപ്പോഴേ ചെയ്യും. നബി പറയുന്നത് മഹത്വാക്യങ്ങളാണ്. അതിലപ്പുറം ഒന്നും ആരും പറയാനോ ചിന്തിക്കാനോ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ് മയ്യത്തിനെ ഉടനെ അടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവര് തിരിഞ്ഞു നോക്കിയില്ല, ചെവി കൊണ്ടില്ല, സൗകര്യമുള്ളത് മാത്രമേ ഇവര് അനുസരിക്കൂ എന്നതാണ്. നബി മരിച്ചപ്പോൾ ഒരു രസാവഹമായ കാര്യം സംഭവിച്ചു. നല്ല കഥയാണ്. എന്താ അത്? ഉമർ എന്ന വിദ്വാൻ എന്ന് പറഞ്ഞു, എടോ, നബി മരിച്ചിട്ടില്ല, നബി മരിക്കില്ല. ഇതാരാ ഇത്? 2ാം ഖലീഫയാണ്. അതായത് തൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി മരിച്ചു എന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളാണ് 2ാമത്തെ ഖലീഫ, മാതൃകാ പുരുഷൻ. നേരത്തെ ലിസ്റ്റിൽ 10ൽ 1 സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്. അപ്പം സഹാബാക്കൾ അധികാരക്കൊതി മൂത്തവരാണ്. നബിയുടെ വചനങ്ങൾ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അനുസരിക്കുകയുള്ളൂ. 3, ഒരു 1.5 വിഡ്ഢികളും കൂടെയാണ്. കൂടെയുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചില്ല എന്ന് പറയണമെങ്കിൽ അയാളുടെ ഒരു ഭൗതിക നിലവാരം, ഉമർ ഖത്താബ് ശ്രേഷ്ഠ മഹാപുരുഷനാണ്, കൂടെ മരിച്ചിപ്പം. അപ്പം പിന്നെ അബൂബക്കർ എന്ന് പറഞ്ഞു, ഉമറെ, നബി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മരിക്കും. ഇങ്ങനെ നബി പറഞ്ഞു എങ്കിൽ അതൊക്കെ ഭയങ്കര ശരിയാണ്. ഇതൊന്നും സിദ്ദീഖിനോട് പലരും വന്ന് പറഞ്ഞു, സഹാബാക്കൾ വന്നു, നബി തള്ളുകയാണ്. എങ്ങനെ? സ്വർഗാരോഹണം ചെയ്തു എന്ന് തള്ളുന്നു. ശരിയായിരിക്കുമോ? ശരിയല്ലല്ലോ. അബൂബക്കർ പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞു. എങ്കിൽ അത് ശരിയാണ്. ഇതാണ് മതം. ഏതു കള്ളത്തരവും ഏതു തോന്നലുകളും പറയപ്പെടുകയാണെങ്കിൽ അത് ശരിയെന്ന് വിശ്വസിക്കുന്ന മൗഢ്യവിശ്വാസത്തിൻ്റെ എന്താ പറയുക കാതലാണ് അബൂബക്കറിനുള്ളതെങ്കിൽ, വിഡ്ഢികളുടെ ഒരു കൂമ്പാരമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തി ആവില്ല. അപ്പം നേരത്തെ അടക്കണമെന്ന സിംസാറിൻ്റെ വർത്തമാനത്തിൽ സഹാബാക്കൾ തന്നിഷ്ടം പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇനി സിംസാർ എന്താ പറയാൻ പോകുന്നത് ഒന്ന് കേട്ടു നോക്കിയാലോ. ആരാവണം ഖലീഫ? ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ 3 ദിവസം നീണ്ടുപോയി. മദീനക്കാരായ അൻസ്വാരില്ലയോ, ഹബീബിന് അഭയം കൊടുത്തവർ ഞങ്ങളല്ലയോ ആദ്യം ജുമുഅ തുടങ്ങിയവർ? മദീനക്കാരാദ്യം ജുമുഅ തുടങ്ങിയത്. ജുമുഅ എന്നുള്ള പേരിട്ടതിന് മദീനക്കാർ. അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കത്ത് വരുന്നുള്ളൂ, അപ്പോഴേക്കും ഇവിടെ ജുമുഅ നടന്നിട്ടുണ്ട് മദീനയിൽ. ഞങ്ങളല്ലയോ ഹബീബിന് സഹായം ചെയ്തത്, ഞങ്ങളല്ലയോ ഹബീബിന് കാശ് കൊടുത്ത് സഹായിച്ചത്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാവണം ഖലീഫ എന്ന ന്യായമായും മുഹാജിറുകളായ അൻസ്വാരികളായ മദീനക്കാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാവണമെന്ന് ഹബീബിന്റെ ഹദീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളിൽപ്പെട്ടവരാകണം ഖലീഫയാവേണ്ടത്. അപ്പോൾ ഈ തർക്കം 2 കക്ഷികൾ തമ്മിലാണ്.
അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ. ആരാ ഈ അൻസാർ? മദീനക്കാരാണ്. നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നപ്പോൾ നബിക്ക് അഭയം നൽകി. എന്തിനേറെ പറയുന്നു, വന്ന സഹാബാക്കൾക്ക് തങ്ങളുടെ ഭാര്യമാരിൽ പലരെയും വിട്ടുകൊടുത്തിട്ടാണ് അവർ ഈ മുഹാജിറുകളോട് ഔദാര്യവും സ്നേഹവും ആത്മാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചു. നബിയുടെ പലായനത്തിൽ അതിനുശേഷമുണ്ടായ വളർച്ചയിൽ ഈ മദീനക്കാരുടെ പങ്ക് നിസ്സാരമേ. നബി മരിച്ച ഉടനെ ഈ ആലോചനയുമായി ബന്ധപ്പെട്ട് മദീനക്കാരുകളായ അൻസാരികൾ പറഞ്ഞു, എന്തുകൊണ്ടും മദീനക്കാരായ ഞങ്ങളാണ് ഈ മദീനയുടെ മണ്ണിൽ ഖലീഫയാകാൻ യോഗ്യം. അപ്പോൾ അബൂബക്കർ ഭയങ്കരമായ ഒരു തള്ളങ്ങ് തള്ളി. നബി പറഞ്ഞിട്ടുണ്ട്, ഖുറൈശികളിൽപ്പെട്ട ആളുകളെ ഖലീഫ ആകാവും, അതും മക്കക്കാർ തന്നെ ആയിരിക്കും. ഇപ്പൊ രാജാവിനെ തീരുമാനിക്കാനായിട്ട് റിസർവേഷൻ, അവിടെ നമ്മുടെ ബംഗ്ലാദേശിലെ റിസർവേഷൻ പോലെ ഇവിടെ റിസർവേഷൻ വരികയാണ്. ഒന്ന്, മക്കക്കാരനായിരിക്കണം. രണ്ട്, ഖുറൈശി ആയിരിക്കണം. അപ്പൊ നിസ്കാരത്തിന് സഫായി നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ, മുസ്ലിങ്ങളെല്ലാം ഒന്നാണ്, ഒരു വ്യത്യാസവും, എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നാണ്. ഇവിടെ അബൂബക്കർ നബി പറഞ്ഞതായി പറയുന്നു, അടുത്ത രാജാവാകാൻ യോഗ്യർ മക്കക്കാരാണ്, ഖലീഫ ആകാൻ യോഗ്യർ ഖുറൈശികളാണ്. ഖുറൈശികൾക്ക് എന്താ കൊമ്പുണ്ടോ ചോദിക്കണ്ടേ? അങ്ങനെ അൻസാരികളെ മൂലക്കിരുത്തിക്കൊണ്ട് ഒരു നല്ല കളി ഇദ്ദേഹം അങ്ങ് കളിച്ചിടണം. നമ്മുടെ സിംസാറുൽ ഹക്ക് പറയുന്ന മറ്റൊരു കാര്യം, അയാൾ സന്ദർഭികോചിതമായി പറഞ്ഞു എങ്കിലും അത് പ്രസക്തമാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അധികാരമോഹത്തിൻ്റെ ആളുകളാണ് പഞ്ചായത്ത് തലത്തിൽ പോലും. വൈസ് പ്രസിഡൻ്റായ ഒരാൾ പിന്നീട് പ്രസിഡന്റ് ആകാനും പ്രസിഡന്റായ ആൾ വൈസ് പ്രസിഡന്റ് ആകാതിരിക്കാനും ഉള്ള തത്രപ്പാടിലാണ് അധികാരമോഹം ആളുകളെ നയിക്കുന്നതെന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി. അദ്ദേഹം ഇവരെ ഒന്ന് ആക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഈ തർക്കത്തിൽ സിംസാറുൽ ഹക്ക് ഹുദവി ഒരു മഹാകഥയെ മുക്കിക്കളഞ്ഞു. ഈ തർക്കത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷിയുണ്ട്, അലി. നബി മക്കക്കാരാകണം, ഖുറൈശികളാകണം എന്ന് പറഞ്ഞതുപോലെ ഷിയാക്കൾ പറയുന്നത് നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ട ആളുകൾ, നബിയുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ തന്നെയാണ് ഖലീഫ ആകേണ്ടതെന്ന് പറഞ്ഞതായി ഷിയാക്കൾ അവകാശപ്പെടുന്നു. ഇതിൽ ഏതാ ശരിയെന്ന് നമുക്കറിയില്ല, ഇവരൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പം അലി ഖലീഫയാകാൻ യോഗ്യനാണ്. ആയിഷ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഗൂഢാലോചന നടത്തി അലിയെ അങ്ങ് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഷിയ സുന്നി ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായതും നിലനിൽക്കുന്നതും യുദ്ധങ്ങളിലേക്ക് നയിച്ചതും അനേകായിരങ്ങൾ മരിച്ചതും. ഇന്നും ഞാൻ ഒരു ഷിയ നേതാവിൻ്റെ ഒരു പ്രസംഗം ആയിഷയെക്കുറിച്ച് കേട്ടു. നമ്മൾ പോലും പറയാൻ അറയ്ക്കുന്ന രീതിയിൽ അത്ര മോസ്ക് തരമാണ് ആയിഷയെക്കുറിച്ച് അയാൾ പച്ചയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്. ലജ്ജ തോന്നിപ്പോകും. നമ്മൾ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ തന്നെയാണ് വിമർശിക്കുന്നത്. കഥകളിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുത്താതെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സുന്നികൾ വിശ്വസിക്കുന്ന കഥയിൽ നിന്ന് 100% വ്യത്യസ്തമായ കഥയാണ് ഷിയാക്കൾ പറയുന്നത്. ആയിഷയ്ക്ക് അലിയോട് ഒടുങ്ങാത്ത പകയുണ്ട്. ആയിഷയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടു എന്ന വിവാദം വന്നപ്പോൾ അലിയോട് നബി അഭിപ്രായം ചോദിച്ചപ്പോൾ അലി പറഞ്ഞത്, നബിയെ നിങ്ങൾക്ക് എത്ര പെണ്ണ് വേണമെങ്കിലും കിട്ടും, ഇവളെ അങ്ങ് ഉപേക്ഷിക്കൂ എന്നർത്ഥം. ആ വാക്ക് പറഞ്ഞില്ല.
അതിൻ്റെ ഒരു ഈർഷ്യ, പക ഐഷയ്ക്കുമുണ്ട്, അബൂബക്കറിനുമുണ്ട്. അബൂബക്കർ ഖലീഫയായി ബാക്കി എല്ലാ ആളുകളും തർക്കത്തിന് ശേഷം ബൈഅത്ത് ചെയ്തപ്പോൾ എന്താ ഈ ബൈഅത്ത് ചെയ്യുക? കൈപിടിച്ച് മുത്തി, ഞാൻ നിങ്ങളുടെ ഭരണ രീതികളെ അംഗീകരിക്കുന്നു, നിങ്ങളുടെ ഭരണത്തെ ഞാൻ അംഗീകരിക്കുന്നു. ബൈഅത്ത് അലി ചെയ്തില്ല. കുറേ കാലത്തേക്ക് അലി ചെയ്തില്ല. തർക്കത്തിൻ്റെ ഒരു എന്താ പറയുക ഗൂഢത മനസ്സിലാക്കണമെങ്കിൽ ഫാത്തിമ ചോദിച്ചു, എൻ്റെ വാപ്പയുടെ സ്വത്തുക്കളിൽ കുറേ എനിക്ക് വേണം. അബൂബക്കർ ഭയങ്കര സ്നേഹനിധിയും മാതൃകാ പുരുഷനും ഉത്തമ ശ്രേഷ്ഠനുമാണ്. വാപ്പാടെ സ്വത്ത് മോക്ക് കൊടുത്തില്ലെന്നേ. ഇവർ തമ്മിലുള്ള സ്നേഹവും ബന്ധവും ഐക്യവും ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. മൊത്തത്തിൽ നിങ്ങൾ കൊടുത്തില്ല, ബൈത്തുൽ മാൽ അള്ളാഹുവിൻ്റെ എല്ലാം ശരി, വാപ്പയല്ലേ, വാപ്പയുടെ സ്വത്ത് മോക്ക് കൊടുക്കേണ്ടി കൊടുത്തില്ലെന്നേ. കൊടുക്കാത്തത് ഈ ബൈത്തുൽ മാലോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ പറഞ്ഞ കുടിപ്പക മനസ്സിലകത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പം അലിയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഗൂഢപദ്ധതിയാണ് 3 ദിവസമായി അരങ്ങേറി മയ്യത്ത് അവിടെ കിടന്ന് സ്ത്രീകൾ അലറി വിളിക്കാൻ കാരണമായത്. ഇനി നമുക്ക് സിംസാറ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു വരാം. പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. കളറികളെ പോലെ കിട്ടാതെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരിക്കൽ പ്രസിഡന്റ് ആയാലും പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്ന പോലും സഹിക്കാൻ പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മഹാനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പറഞ്ഞു സിദ്ദീഖേ, അതൊന്നും പറഞ്ഞ കാര്യമില്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അൻസാരികളും മുഹാജിറും ഒന്നാകെ ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് 3-ാമത്തെ ദിവസം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. ഉമർ അബൂബക്കറിനെ നിർദ്ദേശിച്ചു. ഈ രാഷ്ട്രീയ കളരിയിൽ പയറ്റി വരുന്നവർക്കൊക്കെ ഇമാതിരി കളിയൊക്കെ നല്ല പരിചയമാണ്. നമ്മുടെ കാമരാജ് ഇത്തരം കളികൾക്ക് ഭയങ്കര വിദഗ്ധനാണ്. കിങ് മേക്കർ എന്നാണ് പറയപ്പെട്ടത്. അങ്ങനെ രാഷ്ട്രീയ കളികൾ വേണ്ടി വരും. ഇപ്പം മുരളീധരൻ്റെ നോമിനേഷൻ വന്നപ്പോൾ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയി. ഒരു പ്രസിദ്ധമായ വിഷയമാണ്. അതും ഒരു കളിയാണ്. ഈ അധികാര തർക്കത്തിൻ്റെ കളികൾ പലരും പുസ്തകമായി എഴുതിയിട്ടുണ്ട്, വായിക്കാൻ ബഹുരസമാണ്. ഉമർ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ ഖലീഫയാകണം. അബൂബക്കർ പറഞ്ഞു, ഉമർ നീ ചുമ്മാരി, ഇതൊന്നും എനിക്ക് വയ്യ. അങ്ങനെയല്ല, നീ നബിയുമായി ഗുഹയിൽ കഴിഞ്ഞ ആളാണ്, നബിയെ വിശ്വസിച്ച ആളാണ് ആദ്യമായി, നമ്മുടെ ഖദീജയ്ക്ക് ശേഷമൊക്കെ. അതുകൊണ്ട് നിങ്ങളാണ്. ഒന്നും പറയല്ലേ അബൂബക്കറെ. പറയാം, അതൊന്നും പറ്റില്ല. പോകല്ലേ അച്ഛാ, പോകല്ലേ അച്ഛാ, പോകല്ലേ. സിനിമ. അങ്ങനെ അവസാനം അബൂബക്കർ ഖലീഫയായി എന്നുള്ളത്. ഈ അബൂബക്കറിന് ഒരു പ്രത്യേകതയുണ്ട്, എന്തറിയാമോ? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അമ്പിയാക്കൾ കഴിഞ്ഞാൽ, നബിയും അമ്പിയാക്കളുടെയൊക്കെ ആദ്യം കതവ് തുറന്ന് കേട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലിസ്റ്റ് വിളിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ്. അതായത് പ്രധാനപ്പെട്ട വിഐപികൾ കയറിക്കഴിഞ്ഞ് അടുത്ത VIP ആയി കയറുന്ന ആളാണ് അബൂബക്കർ. ഇത് ഉമർ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തുമാത്രം കളികളാണ്. എനിക്ക് മനസ്സിലാകാത്തത്, അതായത് നബിയോടൊപ്പം ജീവിച്ചവർ മഹാശ്രേഷ്ഠന്മാരാണ്. ഇപ്പൊ എനിക്ക് നബിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കുഴപ്പമാണോ? എനിക്കാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം നല്ലൊരു കളിയല്ലേ, നല്ലൊരു വിദ്വാനല്ലേ. ഇപ്പൊ കരുണാകരനോടൊപ്പം ജീവിച്ച് കണിയാപുരം രാമചന്ദ്രന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കരുണാകരൻ 2 കാര്യത്തിനെ വായു തുറക്കാറുള്ളൂ, ഒന്ന് ഭക്ഷിക്കാനും ഒന്ന് കള്ളം പറയാണെന്ന് കണിയാപുരം പറയും. അദ്ദേഹത്തിന്റെ സംസാരം ഭയങ്കര രസമാണ്. അതുപോലെ ഇത്തരം കഥകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. കള്ളക്കഥകൾ, ഇല്ലാക്കഥകൾ, കൊല്ലാക്കഥകൾ, എടുത്തുമാറ്റലുകൾ, തിരികെ കയറ്റൽ, അങ്ങനെ ആടിത്തിമിറുക്കുന്ന നാടകങ്ങളുടെ പൊടിപൂരം കാണാൻ ബഹുരസമാണെങ്കിൽ അബൂബക്കർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട്
അലിയെ തഴഞ്ഞുകൊണ്ടു തന്നെ ആ ഭാഗം സിംസാർ പറഞ്ഞതേയില്ല. സിംസാറിന് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നാണക്കേട. പക്ഷെ ഇവർ പറഞ്ഞില്ലെങ്കിൽ ഷിയാക്കൾ പറയും. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്ന ജാലകമായി കിടക്കുമ്പോൾ നമ്മുടെ മോദി ഇടങ്കോലുമായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അബൂബക്കർ ഖലീഫ ആയ കാര്യം പറഞ്ഞപ്പോൾ സിംസാർ അതങ്ങ് മുക്കി. ഇനി എന്താണ് അവസാനമായി നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവിക്ക് പറയാനുണ്ട് എന്ന് കേട്ടിട്ട് ബാക്കി അവസാന വർത്തമാനത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സ്വഹാബിമാർ ഓരോരുത്തർക്കും പറയാം, ഒരു മയ്യിത്ത് മറവ് ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സ്വഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യാതെ 3 ദിവസം അവിടെ വെച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു. 3 ദിവസവും സുഗന്ധങ്ങൾ വരുന്നു. പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ട്. ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ റൗദയിൽ ആ ഹുജറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തത്, അതുപോലെ ഹബീബ് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്തിയുടെ വിശ്വാസം. മുസ്ലിം ഉമ്മത്തിന്റെ അതാണ്. ഈ അവസാനമായി സിംസാർ പറഞ്ഞ കാര്യമാണ് അതീവ പ്രാധാന്യമുള്ളതും അതീവ രസാവഹവുമായ കാര്യം. എന്താണത്? ആരും ഈ 3 ദിവസവും നബിയെ അടക്കണമെന്ന് പറഞ്ഞില്ല. സഹാബാക്കൾ ആരും മിണ്ടിയില്ല എന്നാണ്. അതായത് നേതൃത്വത്തോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവര് ഖലീഫയെ തീരുമാനിക്കട്ടെ. അതായത് നബി മയ്യത്തായി കിടക്കുമ്പോൾ തന്നെ ഖലീഫയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്നാണ് പറയുന്നത്. ഓരോ വ്യാഖ്യാനങ്ങളുടെ രീതിശാസ്ത്രം കണ്ടുപഠിക്കേണ്ടതാണ്. ഇപ്പം മരിച്ച മുഹമ്മദും മരിക്കാത്ത മുഹമ്മദും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതിന് പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പം ആരും ഒന്നും പറയാത്ത കാര്യം പറഞ്ഞിട്ട് മറ്റേ കാര്യത്തിലേക്ക് നോക്കുക. എൻ്റെ ഒരു ചിന്താപരമായ ആലോചനയിൽ വന്ന കാര്യം, എന്ത് പറഞ്ഞാലും വാളാണ് അടുത്ത വർത്തമാനം പറയുക. ഇങ്ങനെ അധികാര കൊതി മൂത്ത് തമ്മിൽ കലഹിക്കുന്ന ഈ കോലാഹലത്തിനിടയ്ക്ക് ഏതെങ്കിലും പാവപ്പെട്ട സഹാബി ചെന്ന് മയ്യത്തടക്കണമെന്ന് പറഞ്ഞാൽ ഇവനെ കൊന്ന് ആദ്യം മയ്യത്തടക്കുമാർ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ഗതികേടെന്ന് നമുക്ക് എന്നാ ആരും പേടിച്ചിട്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പേടിച്ചു. ഉമർ ഭരണമേറ്റപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നോട് എന്തും പറയാം, വിമർശിക്കാം. ഒരുത്തൻ വാളെടുത്ത് പറഞ്ഞു, ഞാൻ ഇതുകൊണ്ടായിരിക്കും നിങ്ങളെ വിമർശിക്കുന്നു എന്ന്. അത് തന്നെ അവസാനം പ്രയോഗിക്കേണ്ടി വന്നു. ഇപ്പം വാള് കൊണ്ടങ്ങ് വർത്തമാനം, ഒറ്റ വർത്തമാനമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വാളാണ്. അതുകൊണ്ട് സഹാബാക്കളൊക്കെ മിണ്ടിയില്ല. കാരണം മിണ്ടാൻ അവർക്ക് പേടിയാണ് എന്നുള്ള കാര്യം സിംസാർ ഇവിടെ പറയാതെ മൂടിവെച്ചു. അത് കഴിഞ്ഞ് രസാവഹമായ കാര്യമാണ്, നബിയുടെ ശരീരം മണ്ണ് തിന്നില്ല. മണ്ണിനോട് അള്ളാഹു വിലക്കിയിട്ടുണ്ട്, നീ ഇത് ഡോണ്ട് ഈറ്റ്. അതായത് ഉമ്മയ്ക്കും വാപ്പയ്ക്കും പിറന്ന് ആട് മേച്ച് 40 വയസ്സ് വരെ തേരാപ്പാരാ നടന്ന് പിന്നീട് ഖദീജയെ വിവാഹം കഴിച്ച് അതിൽ സന്തതികൾ ഉണ്ടാക്കി തിന്ന് തൂറി മൂത്രമൊഴിച്ച് പല സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ ഏർപ്പാടാക്കി അവസാനം ജൂത സ്ത്രീ കൊടുത്ത ആട്ടിൻകാല് ഭുജിച്ച് വയറുവേദന വന്ന് മരിച്ച ഒരു വ്യക്തി, ബയോളജിക്കൽ ബോഡി. ഇത് മണ്ണു തിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തു തരം വിശ്വാസമാണ്? ഇതിനൊക്കെ എന്താ നമ്മൾ പറയുന്നത്? ഇപ്പം മണ്ണു തിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ മാർഗമുണ്ട്. നബിയെ അടക്കിയ സ്ഥലത്ത് കുഴി തോണ്ടി നോക്കിയാൽ അനുവദിക്കൂ. ഇത് പലരും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും ഇരുമ്പഴികൾക്കുള്ളിൽ ആക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഒരുപാട് ഹദീസുണ്ട്. ഈ ഡെഡ് ബോഡി ആർക്കാ വേണ്ടത്? ഇന്നാണെങ്കിൽ അനോട്ടമി വിഭാഗക്കാർക്ക് വേണം, നമ്മൾ കൊടുക്കും. ഇപ്പം ബുദ്ധദേവ് ഭട്ടാചാര്യ
ഇന്നലെ മരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാർത്ത മുഴുനീളെ വായിച്ചു. കാര്യം കണ്ണുദാനം ചെയ്തു, ശരീരദാനം ചെയ്തു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. മരിച്ചുപോയ ഞാൻ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായത്തിൻ്റെ അവസാനത്തെ ഒരു കണ്ണി. അപ്പം ഈ ഡെഡ് ബോഡി തോണ്ടിയെടുക്കാൻ ആരാ വരിക? ഇവരുണ്ടാക്കി പറയുന്ന കഥകളാണ്. മഹത്വവൽക്കരിക്കാൻ വേണ്ടി എല്ലാ കഥകളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി തുരങ്കമുണ്ടാക്കിയൊക്കെ വന്നു. എന്തിനു? ഡെഡ് ബോഡി എടുത്ത് എന്ത് ചെയ്യാൻ? ഡെഡ് ബോഡി മണ്ണിൽ അലിയില്ലേ? ഒരു ചോദ്യം ഇത് കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഏതു മനുഷ്യനായാലും ബയോളജിക്കൽ ബോഡി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മണ്ണിൽ അലിഞ്ഞിരിക്കും. ബാക്ടീരിയൽ ഫങ്ഷൻ 12 മണിക്കൂറിന് ശേഷം തന്നെ ആരംഭിക്കും. പുഴുക്കൾ വരും. ഞാൻ 56-ൽ ജനിച്ച ആളാണ്. 54-ൽ ഞാൻ എവിടെയായിരുന്നു? വാപ്പയും ഉമ്മയും ഭുജിച്ച ആഹാരങ്ങളിലും ചുറ്റുമുള്ള അന്തരീക്ഷത്തിലും ഞാൻ വിലയം പ്രാപിച്ചു കിടക്കുകയായിരുന്നു ഈ ഭൂമിയിൽ. ഞാൻ മരിച്ചാലോ ആ വിലയം പ്രാപിക്കൽ ഒന്നുകൂടി അങ്ങ് നടക്കും. ഇതാർക്കും ബാധകമാണ്. മനുഷ്യരായി ജനിച്ച ഏവർക്കും ഈ മൗലിക തത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നബിയുടെ ശരീരം മണ്ണു തിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയാണോ കള്ളത്തരം പറയേണ്ടത്? ഇത് ശരിയാണ്, ഇത് നല്ല നടപടിയാണ്. ഒരു മതത്തെ പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ബാക്കി എന്തൊക്കെ പറയാം? സ്നേഹിക്കണം, സക്കാത്ത് കൊടുക്കണം, നിക്കരിക്കണം, അത് ഇത് 63, 72, 786 പറ കേൾക്കാം. ഇനി അതിനേക്കാളും തമാശയായ ഒരു കാര്യം സിംസാറ് പറഞ്ഞത്, മരിച്ചു കിടന്ന മയ്യത്തിന് സുഗന്ധമുണ്ടായിരുന്നു എന്നാണ്. അർത്ഥം ദുർഗന്ധമുണ്ടായിരുന്നു. സുഗന്ധം എന്താണ്? നാച്ചുറൽ സുഗന്ധം എന്നാണ്. പൂവിലുണ്ട് സുഗന്ധം, മണിക്കൂറുകൾക്ക് മാത്രം. വാടിക്കരഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ടാണ്. പിന്നെ ചില മരങ്ങളുടെ തോലുകൾ, അരക്കുകൾ, ഇതൊക്കെ മണക്കും. ഈ ശരീരം മണക്കുമോ? നാറും. ഇതിൽ നിന്ന് ഓക്സിജന്റെ പ്രവാഹം പൂർണ്ണമായി നിന്ന് മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഡിക്കേയിങ് നാമാവശേഷമാകാനുള്ള പ്രക്രിയ തുടങ്ങുന്ന ഒരു ഡെഡ് ബോഡിയിൽ നിന്നും മണം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മുസ്ലിം സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. 40 വയസ്സുവരെ അറിയപ്പെടാത്ത ഒരാളാണ്. സാധാരണ മനുഷ്യൻ ജീവിച്ച ജീവിതചര്യ തന്നെയായിരുന്നു മുഹമ്മദിനുമുള്ളത്. ഒരു വ്യത്യസ്തതയും ഇല്ലായിരുന്നു. വിയർപ്പിനും മണമുണ്ട്. മൂത്രം ഞങ്ങൾ കുടിക്കും, മലം വേണമെങ്കിൽ തിന്നുമെന്ന് പറയുന്ന ബക്രി ലഹരി മൂത്ത മൗഢ്യമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ ആവില്ല. എങ്കിൽ പുന്നാര നബി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആയിഷയുടെ വീട്ടിൽ മരിച്ചു കിടക്കണം. അങ്ങകലെ ആരായിരിക്കണം ഖലീഫ എന്ന തർക്കത്തിൽ പല കക്ഷികൾ, അൻസാരികൾ, മക്കക്കാര്, അലിയുടെ വിഭാഗം, ഉഡായിപ്പുകൾ, വർത്തമാനങ്ങൾ, കോലാഹലങ്ങൾ, കുതൂഹലങ്ങൾ. മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റിയില്ല. ഇട്ടിരുന്ന ശരീരത്തിലെ ഡ്രസ്സ് ശരീരവുമായി ഇഴുകിച്ചേർന്നു. ശ്രേഷ്ഠ പുരുഷന്മാരാണ് സഹാബാക്കൾ. ഇതാണ് ശ്രേഷ്ഠമെങ്കിൽ ആ ശ്രേഷ്ഠം നമുക്ക് വേണ്ട എന്നാണ്, മനുഷ്യർക്ക് വേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.